സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറി വെക്കാൻ പഠിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ സബോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 കിലോ സബോളയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വലിയ 3 ചിക്കനാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 6 വലിയ പച്ചമുളക് നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3.5 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവിൻ്റെ പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 2 വലിയ സ്പൂൺ ഗരം മസാലയും പാകത്തിനുപ്പും കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ചതയ്ക്കുന്ന കാര്യം ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 5 തക്കാളി എടുത്ത് കഴുകി വൃത്തിയാക്കിയത് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെയുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബ്രാൻഡ് ഒന്നും നോക്കൊന്നും വേണ്ട. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺ.